Hi guys, welcome to my channel. എൻ്റെ പേര് ജിസ്ന ഫ്രാൻസിസ്. ഇത് എൻ്റെ ഫസ്റ്റ് വീഡിയോ ആണ്. അതായത് ഞാൻ സംസാരിച്ചുകൊണ്ട് ചെയ്യുന്ന എൻ്റെ ഫസ്റ്റ് വീഡിയോ ആണ്. ഇതിനു മുന്നേ ഞാൻ കുറച്ച് വീഡിയോസൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഞാൻ വോയിസ് ഓവറൊക്കെ കൊടുത്തിട്ടാണ് ചെയ്തത്. കുറച്ച് റെസിപ്പീസ് ചെയ്തിട്ടുണ്ടായിരുന്നു, ചെറിയൊരു ട്രാവൽ വ്ലോഗ്, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഇതിന് മുന്നത്തെ വീഡിയോസൊക്കെ ആയിട്ട് വരും. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പോവാം. 5 മിനിറ്റ്സ് ക്രാഫ്റ്റിനെ പറ്റി എല്ലാവർക്കും തന്നെ അറിയായിരിക്കും അല്ലേ? നമ്മൾ ഫേസ്ബുക്കിൽ, യൂട്യൂബിൽ, അങ്ങനെ കുറേ പ്ലാറ്റ്ഫോമിലൊക്കെ നമ്മൾ 5 മിനിറ്റ്സ് ക്രാഫ്റ്റിനെ പറ്റി കേട്ടിട്ടുണ്ട്. അപ്പോൾ അതിൽ അവർ കുറേ ഹാക്സ് ചെയ്യാറുണ്ട്. അതായത് ഫുഡ് ഹാക്സ്, പിന്നെ മേക്കപ്പ് ഹാക്സ്, അങ്ങനെ കുറേ ഹാക്സുകൾ ചെയ്യാറുണ്ട്. അപ്പോൾ അതിൽ നിന്ന് ഫുഡ് ഹാക്സിൽ നിന്ന് കുറച്ച് ഹാക്സ് ഞാൻ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ ട്രൈ ചെയ്ത് നോക്കുകയാണ്. നമുക്കത് വർക്ക് ആവില്ലയോ എന്ന് നമുക്കൊന്ന് ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് ആദ്യത്തെ ഹാക്കിലേക്ക് പോവാം. അതിനായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് ഓറിയോ ബിസ്ക്കറ്റാണ്. ഓറിയോ ബിസ്ക്കറ്റ് കൊണ്ടുള്ളൊരു ഹാക്കാണ് ആദ്യം നമ്മൾ ചെയ്യാൻ പോകുന്നത്. എനിക്ക് തോന്നുന്നു ഈ ലോക്ക്ഡൗൺ സ്റ്റാർട്ട് ചെയ്ത് പിന്നെ മിക്കവരും തന്നെ ഈ ഓറിയോ ബിസ്ക്കറ്റ് വെച്ചിട്ട് ഒരു ഡിഷെങ്കിലും ചെയ്തിട്ടുണ്ടാവും അല്ലേ? ഞാനും ചെയ്തിട്ടുണ്ടായിരുന്നു 2-3 അപ്പോൾ നമുക്ക് ഇനി ഈ ഹാക്കിലേക്ക് പോവാം. അപ്പോൾ ട്രൈ ചെയ്യാൻ പോകുന്ന വീഡിയോ ഇവിടെ പ്ലേ ചെയ്യുന്നുണ്ടാവും. അത് കഴിഞ്ഞിട്ട് നമുക്ക് എങ്ങനെയാണ് ഇത് വരുന്നതെന്ന് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മൾ ആ ഹാക്ക് ചെയ്തു. അതിൻ്റെ ഫൈനൽ പ്രോഡക്റ്റാണിത്. ഞാനിത് ഇപ്പോഴാണ് തുറക്കാൻ പോകുന്നത്. ഇതിൻ്റെ ചോക്ലേറ്റ് സിറപ്പ് ഇല്ലാത്തത് കൊണ്ട് ഞാൻ അതിൽ ഡിപ്പ് ചെയ്തിട്ടില്ലായിരുന്നു. അപ്പോൾ നമുക്കിത് എങ്ങനെയുണ്ടെന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഞാൻ കഴിച്ചു തീർക്കട്ടെ, എന്നിട്ട് വരാം. നമുക്ക് എന്നിട്ട് അടുത്ത ഹാക്ക് അത് കഴിഞ്ഞിട്ട് കാണാം. ഞാനിതൊന്ന് കഴിച്ചു തീർക്കട്ടെ. നമ്മുടെ ഫസ്റ്റ് ഹാക്ക് ഇങ്ങനെ പെർഫെക്റ്റ് ആയിട്ട് വന്നിരിക്കുകയാണ്. അത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഓറിയോ ബിസ്ക്കറ്റും മിൽക്കും കൂടി ചേരുമ്പോൾ അത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് സെക്കൻഡ് ഹാക്കിലേക്ക് പോകാം. അടുത്ത ഹാക്ക് വെളുത്തുള്ളി വെച്ചിട്ടുള്ളൊരു ഹാക്കാണ്. ഈ വെളുത്തുള്ളിയുടെ തൊലി എങ്ങനെ എളുപ്പത്തിൽ പൊളിക്കുന്നത് അതാണ് അവർ വീഡിയോയിൽ കാണിച്ചിരിക്കുന്നത്. നമുക്ക് അത് എങ്ങനെയാണ് നമ്മൾ ചെയ്യുമ്പോൾ അത് വർക്കൗട്ട് ആവുമോ ഇല്ലയോ എന്ന് നമുക്ക് നോക്കാം. ഇതിപ്പോൾ കുറേ നേരമായി ഞാൻ കുലുക്കുന്നു. ഇതിൻ്റെ തൊലി പോയിട്ട് ഒന്നും വരുന്നില്ല. നമുക്ക് കുറച്ച് വെളുത്തുള്ളി ചതഞ്ഞു എന്നല്ലാതെ ഇതിലൊരു മാറ്റമില്ല. അപ്പോൾ ഈ ഹാക്ക് ഇനി നമുക്ക് നെക്സ്റ്റ് ഹാക്കിലേക്ക് പോവാം. ഈ ഹാക്ക് എന്ന് പറയുന്നത് നമ്മളിൽ പലരും ഫുഡ് ഫോട്ടോഗ്രാഫി ഇഷ്ടപ്പെടുന്നവരൊക്കെ ആയിരിക്കും. അപ്പോൾ നമ്മൾ ഈ ഫോട്ടോസ് എടുക്കുമ്പോൾ നമ്മൾ പ്രസൻറ്റേഷനിൽ വളരെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നവരാണല്ലേ. അപ്പോൾ അതിന് പറ്റിയൊരു ടിപ്പാണിത്. അത് നമ്മളിപ്പോൾ മുട്ട പുഴുങ്ങി വെക്കുമ്പോൾ അതിനെ കുറച്ചുകൂടി ഭംഗിയായിട്ട് കാണിക്കാൻ വേണ്ടിയുള്ളൊരു ടിപ്പാണിത്. ആ ഹാക്ക് എങ്ങനെ വർക്ക് ആവുന്നതെന്ന് നമുക്ക് നോക്കാം.
അപ്പോൾ നിങ്ങൾ കണ്ടില്ലേ, ഈ ഹാക്ക് നന്നായിട്ട് വർക്ക് ആയിട്ടുണ്ട്. ഞാനിത് ഫസ്റ്റ് ടൈം ആണ് ചെയ്തത്, ബട്ട് ഇത് നന്നായിട്ട് വന്നു. ഇനി നെക്സ്റ്റ് ടൈം ചെയ്യുമ്പോൾ കുറച്ചുകൂടി നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. അപ്പോൾ രണ്ടാമത്തെ ഹാക്ക്. ഇനി നമുക്ക് നെക്സ്റ്റ് ഹാക്കിലേക്ക് പോകാം. ഈ ഹാക്ക് എന്ന് പറയുന്നത് നമുക്ക് പലപ്പോഴും യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ഹാക്കാണ്. അതായത് നമ്മൾ പലപ്പോഴും മുട്ടയുടെ ഉണ്ണിയും വെള്ളയും വേർതിരിക്കേണ്ട സന്ദർഭമൊക്കെ വരാറില്ലേ. അപ്പോൾ അന്നേരം ഇപ്പോൾ യൂസ്ഫുൾ ആയിട്ടുള്ള എങ്ങനെയാണ് പെട്ടെന്ന് അത് നമുക്ക് വേർതിരിക്കാൻ പറ്റുക, അതിന് പറ്റിയൊരു ടിപ്പാണ് ഇവർ തരുന്നത്. നമുക്ക് ആ വീഡിയോ കണ്ടിട്ട് നമുക്കത് ചെയ്ത് നോക്കാം. അപ്പം നമ്മുടെ ആ ഹാക്ക് പൊളിഞ്ഞു വന്നിരിക്കുകയാണ്. അത് നമുക്ക് സക്സസ്ഫുൾ ആയി ചെയ്യാൻ പറ്റില്ല. എനിക്ക് തോന്നുന്നത് ഞാൻ എടുത്ത ഇതിൻ്റെ വലുപ്പം ഇത്തിരി കൂടുതലാണ്. കാരണം നമ്മൾ ട്രൈ ചെയ്ത ആ വീഡിയോയിലുണ്ടായിരുന്നു, ആദ്യം വെള്ളം കുറച്ച് വന്നിട്ട് കുറച്ച് ടൈം വെയിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് ഉണ്ണിയും കൂടെ താഴോട്ടേക്ക് ചാടിയത്. ഏതായാലും നിങ്ങൾ ഈ ഹാക്ക് പരീക്ഷിക്കുമ്പോൾ ഇതിൻ്റെ ചെറിയ സൈസിലുള്ള ഒരെണ്ണം എടുത്തിട്ട് പരീക്ഷിച്ച് നോക്കൂ, ചിലപ്പോൾ വർക്കൗട്ട് ആയേക്കാം. ഫ്രണ്ട്സ്, ഇനി നമുക്ക് നെക്സ്റ്റ് ഹാക്കിലേക്ക് പോവാം. അടുത്തത് ഉരുളക്കിഴങ്ങില്ല, ഉരുളക്കിഴങ്ങിന്റെ തൊലി നമ്മൾ എളുപ്പത്തിൽ എങ്ങനെ പൊളിക്കും, അങ്ങനെ ഒരു ഹാക്കാണ്. അതായത് നമ്മൾ ഡെയിലി യൂസിന് വേണ്ട ഒരു ഹാക്കാണ്. ഉരുളക്കിഴങ്ങിന്റെ തൊലി എളുപ്പത്തിൽ പൊളിക്കാം, അതാണ് ഇവരിവിടെ കാണിക്കുന്നത്. നമുക്കത് ചെയ്ത് നോക്കാം. നമുക്കത് ചെയ്തിട്ട് എങ്ങനെയാണ് സക്സസ്ഫുൾ ആവുമോ ഇല്ലയോ എന്നൊക്കെ നമുക്ക് നോക്കാം. അപ്പോൾ നിങ്ങൾ വീഡിയോയിൽ കണ്ടാണ് നമ്മളത് ചെയ്തു. എന്നിട്ട് എന്താ പറയുക, ഓൾമോസ്റ്റ് സക്സസ്ഫുൾ ആയി എന്ന് പറയാം. പക്ഷെങ്കിലും നമ്മളത് സാധാരണ അങ്ങനെ കട്ട് ചെയ്യാതെ ഇട്ടാലും നമുക്ക് അത്ര ഈസി ആയിട്ട് തന്നെ നമുക്കത് കിട്ടുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഇതിന് നമുക്കൊരു 5-ൽ 3 കൊടുക്കാം. അപ്പോൾ ഗൈസ്, ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കണം. അങ്ങനെയെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, പിന്നെ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഇനി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.